Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ, ഇന്നാ പിടിച്ചോ നീ ആവശ്യപ്പെട്ട സാധനം. വേണ്ടായിരുന്നു. ഇപ്പൊ കാണാനൊരു ലുക്കൊക്കെ ഉണ്ട്, പക്ഷെ ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ? ഇത് ചപ്പാത്തി വരുത്താനുള്ള വടിയാണോ? ഈ വടിയെന്ന് നിങ്ങൾ പറയുന്ന സാധനം വളരെ വലിയൊരു സംഭവം തന്നെയാണ്. ഇന്നാ പിടിച്ചോ അതിന്റെ റിമോട്ട്. ഇതിന്റെ ബട്ടൺ അങ്ങോട്ട് പ്രസ് ചെയ്യൂ. വടി എവിടെ പോയി? ഇൻവിസിബിൾ ആയി പോയി. ഇതിലും ഐക്യമുണ്ട്. നിന്റെ ശബ്ദം അത് മൂല്യം എല്ലാവർക്കും കേൾക്കാൻ സാധിക്കും. ഇത് ഉണ്ടാക്കാൻ ഇപ്പൊ 1 കോടി രൂപയായിരിക്കും ചെലവ്. എന്റെ പേയ്മെന്റ് തന്നിരുന്നേ ഞാനങ്ങ് പൊക്കോണ്ടേനെ. തീർച്ചയായും അതിനെന്താ, ഞാൻ തരാമല്ലോ. ഇതിനുള്ള പ്രതിഫലം ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. ഞാനാണ് മിസ്റ്റർ ജസ്റ്റിസ്. ഇത് ചീറ്റിംഗ് ആണല്ലോ. പാല കടന്നപ്പോ കൂരേണനായി. ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ. ജോണായിരിക്കും ഡോൺ. ജോൺ തന്നെയായിരിക്കും ഡോൺ. ഇനി ഈ ജസ്റ്റിസിന്റെ കയ്യിൽ നിന്ന് മോട്ടുവനെയും പത്തിലുവനെയും രക്ഷിക്കുന്നത് ആരാണെന്ന് കണ്ടറിയാം. ഞാനാണ് മിസ്റ്റർ ജസ്റ്റിസ്. ഞാൻ ഈ ഫുർഫുരി നഗരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ ജഡ്ജായിരുന്നു. നന്നായി ചോദ്യം ചെയ്തിട്ട് ഞാൻ ന്യായം വിധിക്കാറുള്ളൂ. ഈ നാട്ടിലുള്ള കള്ളന്മാരും കൊള്ളക്കാരും സൂക്ഷിച്ചോളൂ. മിസ്റ്റർ ജസ്റ്റിസ് ആയ ഞാൻ ആരെയും വിടാനും മാപ്പ് തരാനും തയ്യാറല്ല. ഇതാരാ പറഞ്ഞത്? എവിടുന്നാ പറഞ്ഞത്? ഭൂതം ഭൂതം ആരെയും കാണുന്നില്ലല്ലോ, പക്ഷെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടല്ലോ. ആരും ഓടാൻ പാടില്ല. ഞാൻ ഭൂതമൊന്നുമല്ല. ജസ്റ്റിസ്. തെറ്റ് ചെയ്യാത്തവര് പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് എല്ലാവരും ഓടുന്നത്? ചായക്കടക്കാരൻ ചേട്ടാ, ഇങ്ങോട്ട് നോക്ക്. നീ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ചിലവാകാത്ത സമൂസ കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പാലില് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടോ? അത് പിന്നെ ഇല്ല, ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് പാലിൽ വെള്ളവും കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് തടുക്കേ. അയ്യോ, ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കേ വേഗം. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ സമ്മതിക്കുന്നു, എന്റെ തെറ്റ് സമ്മതിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ആവർത്തിക്കില്ല. ഒന്ന് മാപ്പാക്ക്. ബോസ് ഉണ്ടല്ലോ, അയാളുടെ ശബ്ദം റെക്കോർഡ് ചെയ്തിരിക്കുക. ഇനി ആ രസം ബോസ് സ്വയം തല്ലുകൊള്ളും. അപ്പൊ ബോസിനെ ആരും സംശയിക്കുകയുമില്ല. മിസ്റ്റർ ജസ്റ്റിസിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ കൈയാണെന്ന്. ജോൺ, എടാ കള്ള, നിന്നെ. ആരാ സംസാരിക്കുന്നേ? ഞാൻ തന്നെയാണ്. ഞാൻ മിസ്റ്റർ ജസ്റ്റിസ് ഓഫ് ഫുർഫുറി നഗർ. ഇല്ല സാറേ, ഞാനിപ്പോ കക്കാനും മോഷ്ടിക്കാനും ഒന്നും പോകുന്നില്ല. എല്ലാം നിർത്തി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇനി ഒന്നും ചെയ്യുകയുമില്ല. സോറി, ഐ ആം സോറി. മിസ്റ്റർ ജസ്റ്റിസ്, എന്നെ ഒന്നും ചെയ്യരുത്. വെറുതെ വിടണം പ്ലീസ്. നീ ഇപ്പൊ മോഷ്ടിച്ചില്ലെങ്കിലും ഇത്രയും വർഷം നീ മോഷ്ടിച്ചില്ലേ, അതിന് നിനക്ക് ശിക്ഷ ലഭിച്ചിരിക്കും. തീർച്ചയായും ലഭിച്ചിരിക്കും. ആളുകളെ രക്ഷിക്കണേ. ഓ, എനിക്ക് പറ്റുന്നില്ല. എന്തൊരടിയാ ഇത് അടിക്കുന്നത്. നമ്പർ 1, നമ്പർ 2, ഒന്ന് രക്ഷിക്കണേ. ആക്ടിങ് ചെയ്യുമ്പോ ഇങ്ങനെ അടി മേടിക്കുന്നതൊക്കെ സഹജമാണേ. മോട്ടു പത്ലു, ജോൺ ദി ഡോണിനുള്ള ശിക്ഷ അവന് ലഭിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ സമയമാണ്.
മിസ്റ്റർ ജസ്റ്റിസ്, ഞങ്ങൾ ലോകർക്ക് സഹായമല്ലേ ചെയ്യുന്നുള്ളൂ. സഹായമെന്ന പേരില് നിങ്ങൾ ജനങ്ങളെ ഉപദ്രവിക്കുകയാണ്. വേണ്ട. ജസ്റ്റിസ് സാറേ, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിരിക്കുകയാണ്. എനിക്കൊരിക്കലും തെറ്റ് പറ്റുകയില്ല. കള്ളത്തരം കാണിക്കുന്നത് നിങ്ങള്, പക്ഷേ കുറ്റം വേറൊരാളുടെ തലയിലാവുന്നുണ്ട്. അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുക. തലല്ലേ തലല്ലേ തലല്ലേ. ജസ്റ്റിസ് സാറേ, ഞങ്ങൾ സത്യമാണ് പറയുന്നത്. ഞങ്ങൾ ഇതുവരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല, ശല്യം ചെയ്തിട്ടില്ല. ഞങ്ങൾ വിശ്വസിക്കൂ. അയ്യോ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുവിൻ. മോട്ടുവും പത്തിലുവും ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവരെ രണ്ടുപേരെയും പിടിച്ച് എന്റെ അടുത്ത് ഏൽപ്പിക്കുവിൻ. ഇല്ലെങ്കിൽ എല്ലാവർക്കും ശിക്ഷ ലഭിക്കുന്നതായിരിക്കും. ശരി, പിടിച്ചുതരാം. വേഗം വേഗം പിടിച്ചുതരാം. വേഗം ഞങ്ങൾ പിടിച്ചുതരാം. അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. ഓട്ടോ അവിടെ നിൽക്കുക. അതെ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. വലിയേട്ടാ, വലിയേട്ടാ, ഹെൽപ്പ്, ഹെൽപ്പ് പ്ലീസ്, ഹെൽപ്പ് പ്ലീസ്. ഓയ് മോട്ടു, എന്റെ ചങ്കി, എന്റെ ബ്രോ, എന്താ പറ്റിയത് പറയേ. ഞങ്ങൾ ചായക്കടയിൽ ഇരിക്കായിരുന്നു. ആ സമയത്ത് ഒരു വ്യത്യാസമായ സാധനം വന്നിട്ട് പൊളിച്ചെടുത്തല്ലോ. ഒരു പക്ഷെ അത് മരിച്ചു പോയ വല്ല ജഡ്ജിന്റെ ആത്മാവായിരിക്കും എനിക്ക് തോന്നുന്നേ. ഓ ഗസീട്ടെ, ആത്മാവും പ്രേതവും ഒന്നുമില്ല. ഇതാരോ ഒരാള് നമുക്കിട്ട് പണി തരുന്നതാ. മോട്ടു പത്തിലു, എന്റെ ചങ്കുകളെ, എന്റെ ബ്രോകളെ രണ്ടുപേരും ഈ കണ്ണട വെച്ചോളൂ. ഇത് വെച്ചാല് നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ ഇൻവെസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളും കാണാൻ സാധിക്കും. താങ്ക് യു വലിയേട്ടാ. മോട്ടു പത്തിലു, നിങ്ങൾ എത്തിയോ? നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ദൂരം പോയി കഴിഞ്ഞിരുന്നു. ഇപ്പൊ ഇത് നിയമം വിധിക്കാനുള്ള സമയമാണ്. ആഹാ, അപ്പൊ ഇതാണല്ലേ ആ സാധനം. വാതിൽ വേഗം അടച്ചോളൂ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓക്കെ, അങ്ങനെ എന്റെ ജോലി കഴിഞ്ഞു. ഇപ്പൊ ഇത് നിങ്ങൾ രണ്ടുപേരും എന്താണോ പറയുന്നത് അതേ അനുസരിക്കത്തുള്ളൂ. ഓടി രക്ഷപ്പെടാൻ പാടില്ല. നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. പോട്ടുവനെയും പത്തിലുവനെയും പിടിച്ച് ഈ നഗരത്തിൽ നിന്ന് പുറത്താക്കണം. എന്നാലേ ജസ്റ്റിസ് നമ്മളെ വെറുതെ വിടുകയുള്ളൂ. ആരോടും ഒന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഞാൻ മിസ്റ്റർ ജസ്റ്റിസ് സ്വയം ഇവിടെ പ്രതിഷ്ഠപ്പെടുന്നു. ഹലോ മിസ്റ്റർ ജസ്റ്റിസ്, ഇങ്ങോട്ട് നോക്ക്. ബോട്ടുവും പത്തലവും കുടുങ്ങിയിട്ടുണ്ട്. ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഇനി എത്രയും വേഗം അങ്ങോട്ട് തീരുമാനം അറിയിക്കൂ. മിസ്റ്റർ ജസ്റ്റിസ്, അയാളുടെ തീരുമാനം തീർച്ചയായിട്ടും അറിയിക്കും. ഞാൻ വളരെയധികം പരിശോധിച്ചു നോക്കി. എനിക്ക് അതിൽ എന്താ മനസ്സിലായെന്ന് വെച്ചാൽ, ബോട്ടുവും പത്തലും ജനങ്ങളെ സഹായിക്കുന്ന നല്ലവരായ രണ്ട് ചെറുപ്പക്കാരാണ്. എന്നിട്ട് ശരിക്കുള്ള കള്ളൻ ജോൺ ദ ഡോൺ ആണ്.
നല്ല മനുഷ്യനായിട്ട് ചമയുകയായിരുന്നു നിങ്ങളുടെ മുമ്പിൽ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ സംഭവിച്ചത്? ഇനി ആരെങ്കിലും കേറി പണിതതാണോ? അല്ല, ഇതിന്റെ റിമോട്ട് എവിടെ പോയി? ബോസ് എനിക്ക് തോന്നുന്നത് ഇത് ശരിയായ മിസ്റ്റർ ജസ്റ്റിസ് വന്നെന്നാ. ഇനി ബോസിന്റെ കാര്യം കട്ടപ്പോക. മിസ്റ്റർ ജസ്റ്റിസ് എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് ജോണിനെ പിടിച്ച് തല്ലുക. ചെല്ല്. വെറുതെ വിടരുത്, എല്ലാവരും തല്ലിക്കൊല്ല്. പണി പറയുന്നതാണാ തോന്നുന്നത്. ഞാൻ റെക്കോർഡ് ചെയ്ത് ഇതൊന്നും അല്ല, ഓരോ നമുക്കിട്ട് പണിതതാ. ഇതെങ്ങനെ സംഭവിച്ചു? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓടിക്കോടെ, രക്ഷിക്കണേ, രക്ഷിക്കണേ. Watch India's largest kids library only on Geo Hotstar. Download the app now.